ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാൻ നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇത് ഏലിയാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാടാ. നിങ്ങൾ നോക്കിയ ഒരു ദൈവഭൃത്യനെ ഒരു ദേശത്തേക്കല്ല ഒരു വീട്ടിലേക്ക് ദൈവം കടത്തി വിടുമ്പോൾ പദ്ധതികളുണ്ട് അതിനകത്ത്. അവിടെ താഴോട്ട് വായിക്കും നമുക്കറിയാം. ആ വിധവ അവിടെ ക്ഷാമമായിരുന്നു. ആ വിധവയും തൻ്റെ മകനും തൻ്റെ കയ്യിലുള്ള മാവുണ്ടാക്കി ഒരു അടയുണ്ടാക്കി കഴിച്ചതിന് ശേഷം മരിക്കുവാൻ തയ്യാറെടുക്കുന്ന ടൈമിലാണ് ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നത്. അപ്പം ഒരു ദൈവശബ്ദം അല്ലെ ഒരു ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് അയക്കാതെ ഈ വചനം അല്ല ഒരു ദൈവഭൃത്യൻ അല്ല ഒരു ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ ചടിക്കത്തില്ല. നിങ്ങൾ നോക്കിയേ, ആ പ്രവാചകൻ അവിടെ വന്നു, ഒരപ്പം അടയും ഉണ്ടാക്കി കൊടുത്തു. അവരുടെ ലൈഫിലേക്ക് ഭയങ്കര മാറ്റമാണ് സംഭവിച്ചത്. കാരണം മരിക്കാനിരുന്നവളെ ജീവനിലേക്ക് തിരിക്കുക ചെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടാൽ മരണമല്ല സംഭവിക്കുന്നത്, ജീവനിൽ നീ അധികമായി വാഴുവാൻ തുടങ്ങും. ദൈവശബ്ദത്തിന് വില കൊടുക്കുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.